ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോൾ നാരായണീയത്തിൽ 2-ാം ദശകത്തിൽ 2 ശ്ലോകങ്ങൾ പഠിച്ചു. ഭഗവാന്റെ സ്വരൂപ വർണ്ണനാണ്. നമ്മൾ ഭഗവാനെ കണ്ടു 2 ശ്ലോകത്തിലൂടെ. എങ്ങനെ കണ്ടത്? സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. ഇനി അടുത്ത 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ശരീരം, ഭംഗി. അത് ഈ 3 ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. നോക്കാട്ടോ നമുക്ക്. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ആദ്യം പദം പിരിക്കാം, അത് കഴിഞ്ഞ് അന്വയക്രമത്തിൽ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. യത്രൈലോക്യമഹീയസോപി യത് ത്രൈലോക്യമഹീയസഃ അപി. യത്രൈലോക്യമഹീയസോപി യത് ത്രൈലോക്യം യത്രൈലോക്യം യത് ത്രൈലോക്യമഹീയസഃ അപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതഃ അപി കാന്തിനിധാനതോപി കാന്തിനിധാനതഃ അപി കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദ് അപി മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സൗന്ദര്യോത്തരതഃ പ്ലസ് അപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതഃ അപി ആശ്ചര്യം ത്വദ്രൂപം ആശ്ചര്യതഃ അപി ആശ്ചര്യം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ എന്ന് പദച്ഛേദം. ഇവിടെ ക്രിയാപദം പുഷ്ണാതി അവസാനത്തെ വരിയിൽ പുഷ്ണാതി വിഷ്ണോ വിഭോ എന്നില്ല. പുഷ്ണാതി എന്ന് വെച്ചാൽ പോഷിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം. അത് തൊട്ട് മുന്നിലായിട്ട് ന കസ്യ കുതുകം നാന്നില്ലേ, നാന്ന് വെച്ചാൽ ഇല്ല എന്നർത്ഥം. ന പുഷ്ണാതി പോഷിപ്പിക്കുന്നില്ല എന്ന്. എന്ത് പോഷിപ്പിക്കുന്നില്ല? കുതുകം
കുതുകം എന്ന് വെച്ചാൽ കൗതുകം. കസ്യ ആർക്ക്, ആർക്കാണ് കുതുകം ന പുഷ്ണാതി, ആർക്കാണ് കൗതുകം ഉണ്ടാക്കാത്തത്, ആർക്കാണ് കൗതുകം വർദ്ധിപ്പിക്കാത്തത് എന്ന് വെച്ചാൽ ആർക്കാ കൗതുകം ഉണ്ടാവാണ്ടിരിക്കുക എന്നർത്ഥം. എന്തിനെ പറ്റിയാ പറയണത്? ത്വദ്രൂപം എന്ന് പറഞ്ഞു മൂന്നാമത്തെ വരിയിൽ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം, ത്വദ്രൂപം, ത്വത് രൂപം, തവ രൂപം, നിൻ്റെ രൂപം, നിൻ്റെ ശരീരം, അങ്ങയുടെ ഈ ശരീരം ഉണ്ടല്ലോ, അത് ആർക്കാണ് കൗതുകം വളർത്താത്തത്, ആർക്ക് അത് കണ്ടാലും കൗതുകം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ശരീരമാണ് എന്നാണ് പറയണത്. ഇനിയുള്ള എല്ലാ വിശേഷണങ്ങളും അതാണ്. എന്തൊക്കെയാന്ന് നോക്കൂ. യത് യാതൊന്നാണോ, യാതൊരു അങ്ങയുടെ ശരീരമാണോ, യത് യാതൊന്ന്. ത്രൈലോക്യ മഹീയസഹ അപി മഹിതം, ത്രൈലോക്യം മൂന്ന് ലോകങ്ങൾ, മൂന്ന് ലോകത്തിലും വെച്ചിട്ട് മഹീയസഹ മഹത്തായിട്ടുള്ളതിൽ, പൂജനീയമായിട്ടുള്ളത് എന്നർത്ഥം. മഹത്ത് എന്ന് വെച്ചാൽ പൂജനീയം എന്നർത്ഥം. ത്രൈലോക്യ മഹീയസഹ അഭി മഹിതം, മൂന്ന് ലോകത്തിലും വെച്ച് മഹീയസഹ ഏറ്റവും മഹത്തായിട്ടുള്ള ഏറ്റവും പൂജനീയമായിട്ടുള്ളതിൽ വെച്ച്, അഭി മഹീയസഹ അഭി പൂജനീയമായിട്ടുള്ളതിനേക്കാളും മഹിതമാണ് അങ്ങയുടെ ഈ വപുസ് ശരീരം, ത്വദ്രൂപം. പിന്നെയോ സമ്മോഹനം മോഹനാത്, മോഹനാത് സമ്മോഹനം, ഈ മൂന്ന് ലോകത്തിലും വെച്ച് മോഹനങ്ങളായ വസ്തുക്കൾ, മനോഹരമായ വസ്തുക്കളിൽ വെച്ചിട്ട് മോഹനവും അതിമോഹനമാണ്. മൂന്ന് ലോകത്തിലും ഒരുപാട് പൂജനീയമായ വസ്തുക്കളുണ്ട്, മോഹനമായ വസ്തുക്കളുണ്ട്, ഒരുപാടുണ്ട്. അവരിൽ വെച്ചിട്ടൊക്കെ ഏറ്റവും മോഹനമായിട്ടുള്ളതും. അതുപോലെ കാന്തിനിധാനതോപി കാന്തം, കാന്തിനിധാനത അഭി കാന്തം, കാന്തി എന്ന് വെച്ചാൽ ശോഭ, ശോഭയുടെ നിധാനം ഇരിപ്പിടങ്ങളിൽ വെച്ച് എന്ന് വെച്ചാൽ തേജസ്, തേജോനിധികളിൽ വെച്ച്, കാന്തിനിധാനം തേജോനിധികളിൽ വെച്ച്, കാന്തം അത്യധികം തേജസ്സുള്ളതും കാന്തമായതും. പിന്നെയോ മാധുര്യധുര്യാത് അഭി മധുരം, മാധുര്യധുര്യത്തേക്കാൾ, മാധുര്യം എന്ന് വെച്ചാൽ മധുരമായ എന്നർത്ഥം, മാധുര്യരസത്തേക്കാളും മധുരമാണ്. പിന്നെയോ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരതരവുമാണ്. പിന്നെയോ ആശ്ചര്യതോപ്യാശ്ചര്യം, ആശ്ചര്യമായ അത്ഭുതകരമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ആശ്ചര്യമുള്ളതുമാണ്, അത്ഭുതാവഹവുമാണ്. ത്വദ്രൂപം അങ്ങയുടെ രൂപം, ആ രൂപം ഭുവനേ ഭുവനത്തിൽ ലോകത്തിൽ, കസ്യ ആർക്കാണ്, കുതുകം ന പുഷ്ണാതി കുതുകം കൗതുകം വളർത്താത്തത്, അങ്ങയുടെ ഈ രൂപം ഉണ്ടല്ലോ അത് ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകമുണ്ടാക്കാത്തത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങയുടെ രൂപം കാണുമ്പോൾ കൗതുകമുണ്ടാകുന്നു എന്നർത്ഥം. എന്താ കാരണം? ഈ ലോകമല്ല ത്രൈലോക്യത്തിലും വെച്ച് എല്ലാ മഹത്തായ വസ്തുക്കളിൽ വെച്ചൊക്കെ മഹത്തരമാണ്. പറഞ്ഞു മഹീയസഹ അഭിമഹിതം, ത്രൈലോക്യമഹീയസഹ അഭിമഹിതം, മൂന്ന് ലോകങ്ങളിലും പൂജനീയമായിട്ടുള്ളതിൽ വെച്ച് പൂജനീയവും ഏറ്റവും പൂജനീയവും, മോഹനമായ വസ്തുക്കളിൽ വെച്ച് അതിമോഹനവും സമ്മോഹനവും, കാന്തിനിധാനത അഭികാന്തം, തേജോനിധികളിൽ വെച്ച് ഏറ്റവും കാന്തമായത് തേജസ്സുള്ളതും, മാധുര്യധുര്യാത് അഭിമധുരം, ഈ മൂന്ന് ലോകത്തിലും ഉള്ള മാധുര്യത്തിൻ്റെ രസം അതിനേക്കാളും മധുരമാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സുന്ദരമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരവുമാണ്. ത്വദ്രൂപം നിൻ്റെ രൂപം. മാത്രമല്ല പിന്നെയും പറയുന്നുണ്ട് ആശ്ചര്യതോപ്യാശ്ചര്യം, ആശ്ചര്യമായ അത്ഭുതകരമായ വസ്തുക്കളിൽ വെച്ചിട്ട് ആശ്ചര്യം അത്യാശ്ചര്യവുമാണ് അങ്ങയുടെ വപുസ്, അങ്ങയുടെ രൂപം. അത്
ഇങ്ങനെയെല്ലാമുള്ള അങ്ങയുടെ രൂപം ഭുവനേ കസ്യ കൊതുകം ന പുഷ്ണാതി, ലോകത്തിൽ ആർക്കാണ് കൗതുകം വളർത്താത്തത്? വിഷ്ണോ, അല്ലയോ വിഷ്ണോ, വിഭോ ഭഗവാനേ, വിഭോ ഭഗവാനേ, വിഷ്ണു അല്ല, വിഷ്ണു എന്ന് വെച്ചാൽ മഹാവിഷ്ണു എന്നർത്ഥമുണ്ട്. മഹാവിഷ്ണു ആണല്ലോ ശ്രീകൃഷ്ണൻ. അപ്പോൾ എന്താണ് വിഷ്ണു എന്ന് പേര് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വ്യാപിച്ചവൻ എന്നാണ് ഈ വിഷ്ണു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലും പറയുന്നുണ്ട് അല്ലേ, വിശ്വം വിഷ്ണുർ വഷട്കാരോന്ന്. അതുപോലെ വിഷ്ണു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എല്ലായിടത്തും നിറഞ്ഞവനായ വിഭോ ഭഗവാനേ. നമുക്കൊന്നുകൂടി അന്വയക്രമത്തിൽ അർത്ഥം പറയാട്ടോ. നോക്കൂ, ഹേ വിഷ്ണു, അല്ലയോ സർവവ്യാപിയായ വിഭോ ഭഗവാനേ, യാതൊന്നാണോ, യാതൊരു അങ്ങയുടെ ശരീരമാണോ എന്നർത്ഥം. യാതൊന്ന് ത്രൈലോക്യമഹീയസഹ അഭിമഹിതം, 3 ലോകത്തിലും വെച്ച് പൂജ്യമായതിൽ വെച്ച് ഏറ്റവും പൂജ്യവും, മോഹനാത് സമ്മോഹനം, മോഹനങ്ങളായ വസ്തുക്കളിൽ വെച്ച് സമ്മോഹനം ഏറ്റവും മോഹനവും, കാന്തിനിധാനദഃ അഭികാന്തം, തേജോനിധികളിൽ വെച്ച് അതിതേജസ്വിയും, മാധുര്യധുര്യാത് അഭിമധുരം, മാധുര്യരസത്തിനേക്കാളും അതിമധുരവും, ആശ്ചര്യദഃ അഭി ആശ്ചര്യം, ആശ്ചര്യങ്ങളിൽ വെച്ച് അത്യധികം ആശ്ചര്യവും ആയ ത്വദ്രൂപം, അങ്ങയുടെ രൂപം, ഭുവനേ, ലോകത്തിൽ, കസ്യ, ആർക്കാണ്, കുതുകം, കൗതുകം, ന പുഷ്ണാദി, വളർത്താത്തത്, എല്ലാവർക്കും കൗതുകം ഉളവാക്കുന്നതാണ് അങ്ങയുടെ രൂപം എന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒന്നുകൂടി പറയാം. യത് ത്രൈലോക്യമഹി, ഇവിടെ മഹീയസോബി, അതുപോലെ കാന്തിനിധാനതോബി. ഓബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു എഫ് പോലൊരു ചിഹ്നമുണ്ട്. ചില പുസ്തകത്തിൽ അവർ ഇടണില്ല കേട്ടോ, എൻ്റെ പുസ്തകത്തിലൊന്നും ഇട്ടിട്ടില്ല. മിക്കവാറും സംസ്കൃതം എഴുതുമ്പോൾ ഇവിടെ മഹീയസോബി എന്ന് പറയുമ്പോൾ സോ കഴിഞ്ഞാൽ ഒരു എഫ് പോലെ ചിഹ്നമുണ്ട്. അതിന് അവഗ്രഹം അല്ലെങ്കിൽ പ്രശ്ലേഷം എന്നൊക്കെ പറയും. പ്രശ്ലേഷ ചിഹ്നം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചില ആ എന്ന ഒരു അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് അത്. മഹീയസഹ പ്ലസ് അപി എന്നാണ് മഹീയസോബി ആവണത്. മഹീയസഹ എന്നുള്ള വിസർഗം ഓന്നാവും. പിന്നെ ആ അബിയിലത്തെ ആ പോയിട്ട് അതിന് പകരം ഒരു ചിഹ്നം വരും, എഫ് പോലത്തെ ചിഹ്നം. മഹീയസോബി. സോഹം എന്നൊക്കെ പറയില്ലേ നമ്മൾ, സോഹം എന്താ അർത്ഥം? സഹ അഹം, അവനാണ് ഞാൻ എന്നർത്ഥം. സഹ അവൻ, അഹം ഞാൻ, അവനാണ് ഞാൻ, അതാണ് ഞാൻ, ആ ബ്രഹ്മമാണ് ഞാൻ, ആ പരബ്രഹ്മമാണ് ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം, സോഹം എന്നുള്ളത്. അതുപോലെ തന്നെ മഹീയസോബി, മഹീയസായ വസ്തുക്കളേക്കാൾ അബി എന്നർത്ഥം. മഹീയസായ മഹത്തരമായ വസ്തുക്കളേക്കാൾ പോലും മഹിതമാണ്. സമ്മോഹനം, മോഹനാത്, മോഹനാത് സമ്മോഹനം, മോഹനത്തേക്കാൾ സമ്മോഹനമാണ്. കാന്തിനിധാനദഃ അഭികാന്തം, തേജോനിധികളായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ളതാണ്. മാധുര്യധുര്യാത് അഭിമധുരം, മധുരരസത്തിനേക്കാൾ വച്ചിട്ട് ഏറ്റവും മധുരമുള്ളതാണ്. സൗന്ദര്യോത്തരതോപി, അത്യധികം സൗന്ദര്യമുള്ള വസ്തുക്കളെക്കാളും അഭിഞ്ച എന്നർത്ഥം. സുന്ദരതരം, സുന്ദരതരവും ആയ ത്വദ്രൂപം, ത്വത് രൂപം, തവ രൂപം, അങ്ങയുടെ രൂപം, ആശ്ചര്യതോപി ആശ്ചര്യം, ആശ്ചര്യത്തിൽ വെച്ചിട്ട് ഏറ്റവും ആശ്ചര്യമാണ്. അങ്ങനെയുള്ള രൂപം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. എന്ത് രസമായിട്ടല്ലേ. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം
ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങയുടെ രൂപം ഈ ലോകത്തിൽ വെച്ച് എല്ലാ നല്ല വസ്തുക്കളെക്കാളും നല്ലതാണ് എന്നർത്ഥം. അതാർക്കാണ് അത്ഭുതം ഉണ്ടാവാത്തത്, കൗതുകം ഉണ്ടാവാത്തത് അത് കണ്ടാൽ എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാദ് അചാപലബലാത് ചാബല്യവാർത്തോദഭൂത്. ഒന്നുകൂടി ചൊല്ലാം. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാദചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. നമുക്ക് പദം പിരിച്ച് നോക്കാട്ടോ. തത്താദൃങ് മധുരാത്മകം. തത് താദൃക്ക് മധുരാത്മകം. തത് താദൃക്ക് മധുരാത്മകം. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ ന ആസ്തേ നാസ്തേ സ്വഭക്തേഷ്വപി സ്വഭക്തേഷു അപി സ്വഭക്തേഷ്വപി തേനാസ്യ തേന അസ്യാഹ തേനാസ്യാഹ തേന അസ്യാഹ ബത ബത കഷ്ടമച്യുത കഷ്ടം അച്യുത വിഭോ കഷ്ടം അച്യുത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യം അയാത് അചാപലബലാത് ചാപല്യവാർത്ത ഉദഭൂത്. ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. ഒറ്റ വാക്കായിട്ട് എഴുതിക്കാണ്. അത് നമുക്ക് പിരിക്കാം. ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യം അയാത് പ്രേമസ്ഥൈര്യമയാത്. അയാത് കഴിഞ്ഞാൽ പിന്നെ ദ് പ്ലസ് ആ ദ. അയാത് അചാപലബലാത് പ്രേമസ്ഥൈര്യം അയാത് അചാപലബലാത് ചാപല്യവാർത്ത ഉദഭൂത് എന്നാണ് പദച്ഛേദം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. തത് താദൃക്ക് തത്താദൃക്ക്. തത് എന്ന് വെച്ചാൽ അത് എന്നർത്ഥം. താദൃക്ക് വെച്ചാൽ അത്തരത്തിലുള്ള. താദൃശം എന്ന് പറയും. താദൃശം അത്തരത്തിലുള്ള. താദൃക് അത്തരത്തിലുള്ള. മധുരാത്മകം മധുരാത്മകമായ. അത്തരത്തിലുള്ള ആ മധുരാത്മകമായ തവ വപുഹു അങ്ങയുടെ വപുസ് ശരീരം. നേരത്തെ പറഞ്ഞു അങ്ങനെ ശരീരം അങ്ങനെയുള്ളതാ ഈ മൂന്ന് ലോകത്തിലും വെച്ചിട്ട് എല്ലാ നല്ലതിനേക്കാളും നല്ലതാണ് അല്ലേ. മാധുര്യമുള്ളതിനേക്കാൾ വെച്ച് ഏറ്റവും മധുരമാണ്. ആശ്ചര്യമായ വസ്തുക്കളിൽ വെച്ചെല്ലാം കൂടുതൽ ആശ്ചര്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ മധുരാത്മകമായ അങ്ങയുടെ വപുസ് അങ്ങയുടെ ശരീരത്തെ വപുസ് ശരീരം സംപ്രാപ്യ പ്രാപിച്ചിട്ട്. പ്രാപ്യ പ്രാപിച്ചിട്ട്. സംപ്രാപ്യ നന്നായി പ്രാപിച്ചിട്ട്. വപുസിനെ പ്രാപിക്കുക ശരീരത്തെ പ്രാപിക്കുക. വപുസിലേക്ക് പ്രാപിക്കുകയാണ്. ആര്? സമ്പന്മയീ സാ ദേവി. സാ ദേവി ആ ദേവി
ഏത് ദേവി? സമ്പന്മയീ സാ ദേവി, സമ്പന്മയിയായ, സമൃദ്ധയായ ആ ദേവി. സമ്പത്തിൻ്റെ ദേവി ആരാ? മഹാലക്ഷ്മി. മഹാലക്ഷ്മി അങ്ങയുടെ വപുസിനെ പ്രാപിച്ചു എന്നർത്ഥം. എന്നുവെച്ചെന്തർത്ഥം? മഹാലക്ഷ്മിയുടെ ഭർത്താവല്ലേ മഹാവിഷ്ണു. പാലാഴി കടഞ്ഞപ്പോൾ മഹാലക്ഷ്മിയെ കിട്ടി. മഹാവിഷ്ണുവിനെയാണ് തൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചത്. മഹാവിഷ്ണുവിൻ്റെ മാറിടമാണ് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലം. അപ്പോൾ മഹാലക്ഷ്മി സമ്പന്മയിയായ സാ ദേവി, ആ ദേവി തവ വപുഹു സംപ്രാപ്യ, അങ്ങയുടെ വപുസിനെ പ്രാപിച്ചിട്ട്, അങ്ങയുടെ മാറത്തെത്തിയിട്ട്, പരമോത്സുകയായിട്ട്, അത്യധികം സന്തോഷത്തോടു കൂടി, ചിരതരം വളരെ കാലം, ന ആസ്തേ സ്വഭക്തേഷു അഭി, സ്വഭക്തേഷു അഭി സ്വന്തം ഭക്തന്മാരിൽ പോലും, ന ആസ്തേ, ആസ്തേ സ്ഥിതി ചെയ്യുന്നു, വസിക്കുന്നു, ന ആസ്തേ വസിക്കുന്നില്ല. എവിടെ വസിക്കുന്നില്ല? സ്വഭക്തേഷു സ്വന്തം ഭക്തന്മാരിൽ പോലും വസിക്കുന്നില്ല. സ്വന്തം ഭക്തന്മാരിൽ പോലും ചിരതരം ന ആസ്തേ വളരെ നേരം, വളരെ കാലം വസിക്കുന്നില്ല. എന്താ കാരണം? അവൾക്ക് അങ്ങയുടെ മധുരാത്മകമായ അങ്ങയുടെ ശരീരത്തെ പ്രാപിച്ചപ്പോൾ സമ്പന്മയിയായ ആ ദേവി പരമോത്സുകയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ അവളുടെ ഭക്തന്മാരിൽ അവൾ അധിക സമയം ഇരിക്കില്ല. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. മഹാലക്ഷ്മി അഷ്ടകവും അതുപോലെ മഹാലക്ഷ്മിയുടെ സ്തുതികളൊക്കെ പാടി ഭജിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. അവരിലേക്ക് ചെല്ലും ദേവി, പക്ഷേ ചിരതരം അധിക സമയം ന ആസ്തേ ഇരിക്കില്ല. ഭക്തന്മാരല്ലാത്തവരുടെ അടുത്തേക്ക് ഒരിക്കലും പോവില്ല. ഇനി ഭക്തന്മാരാണെങ്കിൽ പോലും അവരുടെ അടുത്ത് അധിക സമയമൊന്നും ദേവി ഇരിക്കില്ല. എന്താ കാരണം? അങ്ങയുടെ മധുരാത്മകമായ ആ ശരീരത്തെ പ്രാപിച്ചാൽ പിന്നെ അവൾക്ക് അവിടുന്ന് പോവാനേ ഇഷ്ടമുണ്ടാവില്ല. അടുത്ത വരി, തേന അതുകൊണ്ട്, അസ്യാഹ ഇവൾക്ക്, ബദ കഷ്ടം തന്നെ, അച്യുത വിഭോ, അച്യുത അല്ലയോ അച്യുത ഭഗവാനേ വിഷ്ണു, മഹാവിഷ്ണു. എന്താ അച്യുത എന്ന് പേര് വരാൻ കാരണം? ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ. മറ്റുള്ള ഭക്തന്മാർക്കൊക്കെ നാശമുണ്ട്, ഭഗവാൻ നാശമില്ലല്ലോ. അനാദിയാണ്, അനന്തനാണ്. ആദിയുമില്ല, അന്തവുമില്ല, അങ്ങേക്കൊരു നാശവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അച്യുത എന്ന് പറയും. ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ. അച്യുത എന്നല്ല, അച്യുത എന്നാണ് കേട്ടോ പേര്. അല്ലയോ വിഭോ അച്യുത, അല്ലയോ ഭഗവാനെ, നാശമില്ലാത്തവനായ ഭഗവാനെ. ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്. അവളുണ്ടല്ലോ, അവള് ത്വദ്രൂപം അങ്ങയുടെ രൂപത്തിൻ്റെ മാനോജ്ഞകം, മനോജ്ഞത, ആ നൈർമല്യം, ആ ഭംഗി, മനോഹാരിതയിൽ പ്രേമം ഉണ്ടായിട്ട്, സ്ഥൈര്യം സ്ഥിരമായ പ്രേമത്തെ, അയാത് ചല യാതി പോകുന്നു, അയാത് പോയി, പ്രാപിച്ചു. അവളങ്ങനെ അങ്ങയുടെ രൂപമനോജ്ഞതയിൽ, രൂപലാവണ്യത്തിൽ ആകൃഷ്ടയായിട്ട്, പ്രേമം തോന്നിയിട്ട്, സ്ഥൈര്യം അയാത് സ്ഥിരതയെ പ്രാപിച്ചു. ഭഗവാനിൽ അങ്ങനെ സ്ഥിരമായിട്ട് അവൾ നിൽക്കുക. എന്താ കാരണം? ചാപലബലാത്, ചാപലം ചാബല്യം, ആ ചാബല്യമില്ലായ്മയുടെ ബലം കൊണ്ട്, ശക്തി കൊണ്ട്. അവൾക്കൊരു ചാബല്യമില്ല. അവൾ ഭഗവാന്റെ ആ സുന്ദരമായ ശരീരത്തിൽ പ്രേമം തോന്നിയിട്ട് ആ ചാബല്യമില്ലായ്മയുടെ ശക്തി കൊണ്ട് സ്ഥിരമായിട്ട് അവൾ അവിടെ അങ്ങനെ ഇരുന്നു. പക്ഷേ അവൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ? ചപല എന്ന് തന്നെയാണ്. നോക്കൂ, പക്ഷേ കഷ്ടം എന്ന് കവി പറയാൻ കാരണം, ചാപല്യവാർത്ത ഉദഭൂത്, അസ്യാ ഇവൾക്ക് ചാപല്യവാർത്ത ഉദഭൂത്, ചാബല്യത്തിൻ്റെ വാർത്ത. അവൾ ചപലയാണ്, അവൾക്ക് ചാബല്യമുണ്ട് എന്ന ഒരു വാർത്ത അവൾക്ക് ഉദഭൂത് ഉദ്ഭവിച്ചു.
അവൾക്ക് ചാബല്യം ഉണ്ട് എന്ന ഒരു വാർത്ത, ചാബല്യ വാർത്ത ഉദഭൂത് ഉത്ഭവിച്ചിരിക്കുന്നു. അവൾ ചപലയാണ്, മഹാലക്ഷ്മി ചപലയാണ്, ചഞ്ചലയാണ്, ഒരിടത്ത് നിൽക്കില്ല, അവളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുള്ളൂ എന്നൊക്കെ ആൾക്കാർ അവളെ കുറ്റം പറയുന്നുണ്ട്. ശരിയല്ലേ? ഭക്തന്മാരായ നമ്മുടെ അടുത്ത് ഇന്ന് വരും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പോകും, വേറെ സ്ഥലത്തേക്ക് പോകും, അങ്ങനെ അവൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ആരുടെ അടുത്തും സ്ഥിരമായിട്ട് നിൽക്കില്ല. ആ ഒരു ചപലയാണ്, അവൾ ഒരിക്കലും സ്ഥിരയല്ല എന്നുള്ള ഒരു വാർത്ത അവൾക്ക് ഉത്ഭവിച്ചിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? അങ്ങയുടെ രൂപലാവണ്യത്തിൽ അവളങ്ങനെ പ്രേമം തോന്നിയിട്ട് അവൾ ചാബല്യമില്ലായ്മ കൊണ്ട് നമ്മുടെയിലൊക്കെ ചാബല്യങ്ങളുണ്ട് അവൾക്ക്, അവൾ നിൽക്കില്ല. ഭഗവാനിൽ ചാബല്യം ഇല്ല, അവളവിടെ സ്ഥിരമായിട്ട് നിൽക്കുക. പക്ഷേ അവൾക്കൊരു ചപലയാണ് എന്ന നമ്മുടെ ലോകത്തിലുള്ള ആൾക്കാർ പറയുന്ന വാർത്ത ബദാ കഷ്ടം തന്നെയാണ് ഭഗവാനെ എന്ന്. മനസ്സിലായിണ്ടാവും തോന്നുന്നു. ഒന്നുകൂടി പറയാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ. തത്താദൃങ് മധുരാത്മകം, അത്തരത്തിലുള്ള മധുരാത്മകമായ ആനന്ദാത്മകമായ തവ വപുഹു, അങ്ങയുടെ ശരീരം സംപ്രാപ്യ സ്വന്തമായി ലഭിച്ചിട്ട്, സമ്പന്മയീ സാ ദേവി, സമ്പൽ സ്വരൂപിണിയായ ആ ലക്ഷ്മീ ദേവി, പരമോത്സുക, അങ്ങയിൽ കൂടുതൽ അനുരക്തയായിട്ട്, സ്വഭക്തേഷു അഭി ചിരതരം ന ആസ്തേ, സ്വന്തം ഭക്തന്മാരിൽ പോലും വളരെ നേരം താമസിക്കില്ല. വിഭോ അച്യുത, സർവശക്തനായ നാശമില്ലാത്തവനായ ഭഗവാനെ, തേന അതുകൊണ്ട്, അസ്യാഹ ഇവളുടെ, അചാപലബലാത് ചാബല്യമില്ലായ്മയുടെ ശക്തി മൂലം, ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യം അയാത്, നിന്തിരുവടിയുടെ രൂപലാവണ്യത്തിൽ ഉണ്ടായ പ്രേമത്തിൻ്റെ സ്ഥിരത ഉണ്ടായി വന്നു. പിന്നെ വീണ്ടും പറയാണ്, അല്ലയോ വിഭോ, അല്ലയോ ഭഗവാനെ, അസ്യാഹ ഇവൾക്ക്, ചാപല്യവാർത്ത ഉദഭൂത് ഇതി കഷ്ടം ബദ, ഇവൾക്ക് ചാപല്യവാർത്ത, ചപലയാണ് എന്ന വാർത്ത. കാരണം എന്താ അറിയോ, നമുക്ക് മനുഷ്യർ അവളെ ഭക്തിയോടുകൂടി വിളിച്ചാൽ അവൾ വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ പോകും, വേറെ സ്ഥലത്തേക്ക് പോകും. കാരണം നമ്മളിലൊന്നും അവൾ സ്ഥിരമായിട്ട് വസിക്കില്ല. അതുകൊണ്ടാണ് അവളെ നമ്മൾ ചപല എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾക്ക് ചാബല്യം ഉണ്ട് എന്ന വാർത്ത ഉത്ഭവിച്ചത് കഷ്ടം തന്നെയാണ്. ഭഗവാനെ, അങ്ങയുടെ സ്വരൂപത്തിൽ, അങ്ങയുടെ രൂപത്തിലുള്ള സൗന്ദര്യം കണ്ടിട്ട് സ്ഥിരമായിട്ട് അവിടെ വസിക്കുക. ഇവിടെ ഒന്ന് വിളിച്ചാൽ ജസ്റ്റ് ഒന്ന് വരും, പിന്നെ പോവുക അങ്ങോട്ട് തന്നെ. അതുകൊണ്ടാണ് അവൾക്ക് ചപല എന്ന പേര് വന്നത്. അത് കഷ്ടം തന്നെ എന്നാണ് കവി പറയണത്. അനന്യ സദൃശമായിരിക്കുന്ന ആ ദിവ്യരൂപത്തെ പ്രാപിച്ചിട്ട് സമ്പൽ സ്വരൂപിണിയായിരിക്കുന്ന ശ്രീഭഗവതി അങ്ങയുടെ തിരുമാറിടത്തിൽ തന്നെ അധികം വാസം ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരിൽ പോലും ഉറച്ചു നിൽക്കാതെ അങ്ങയുടെ രൂപത്തിലുള്ള സ്ഥിര പ്രേമം നിമിത്തം സദാ അങ്ങയോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. അക്കാരണം കൊണ്ട് തന്നെ സ്ഥിരചിത്തയായ ലക്ഷ്മി ഭഗവതിക്ക് ചപല എന്ന അപവാദം ഉത്ഭവിക്കുകയും ചെയ്തു. ഭഗവാന്റെ വക്ഷസിൽ സ്ഥിരമായി വസിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി തൻ്റെ ഉപാസകരെ വിട്ടുപോരുന്നത്. ലക്ഷ്മിയുടെ ഈ സ്ഥൈര്യത്തെ ചാപല്യമായിട്ടാണ് ജനങ്ങൾ വിവക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം. ചൊല്ലാം ഒരു വട്ടം കൂടി. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേന അസ്യാഹ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്ത ഉദഭൂത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2-3 വട്ടം വായിച്ചാൽ ക്ലിയറായിട്ട് മനസ്സിലാവും കേട്ടോ. ഒന്നുകൂടി പാടാം നമുക്ക്. തത്താദൃങ്
താദൃങ്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാദ് അചാപലബലാത് ചാപല്യവാർത്തോദഭൂത് ചാപല്യവാർത്ത ഉദഭൂത് ഇതി കഷ്ടം ഭഗവാനേ. അപ്പോൾ മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നന്നായിട്ട് വായിച്ചത് പഠിക്കുക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.